ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനാകുന്ന വില്ലൻ എന്ന സിനിമയെക്കുറിച്ച് പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയാണ്. പല സർപ്രൈസുകളും ബി ഉണ്ണികൃഷ്ണൻ തരികയും ചെയ്തു. ഇന്ത്യയിലെ അതര ഇൻഡസ്ട്രികളിൽ നിന്നുള്ള പ്രമുഖ താരങ്ങൾ ഈ സിനിമയിൽ കൈകോർക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ആകാംക്ഷയിലായി. വില്ലനിൽ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുന്നു എന്നറിഞ്ഞ പ്രേക്ഷകരുടെ ആകാംക്ഷ കൂടുകയാണ്. വെപ്പൺ ഹീലിയം 8K എന്ന പ്രത്യേക റെഡ് ക്യാമറയാണ് വില്ലൻ ചിത്രീകരിക്കാനായി ഉപയോഗിക്കുന്നത് എന്ന് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ വെളിപ്പെടുത്തി. അത്രത്തോളം തെളിമയുള്ള ദൃശ്യങ്ങളായിരിക്കും ചിത്രത്തിൽ ഉണ്ടായിരിക്കുക. ചിത്രം മുഴുവനായി 8K ടെക്നോളജി ഉപയോഗിച്ച് ചിത്രീകരിക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടത്. എന്നാൽ അത് പ്രായോഗികമല്ലാത്തതിനാൽ പിന്നീട് 4Kയും 2Kയും ഉപയോഗിക്കുകയായിരുന്നു. വില്ലൻ 8K ടെക്നോളജി ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നത് ചരിത്രപരമായ മാറ്റം തന്നെയാണ്. എന്നാൽ ഇന്ത്യയിൽ 8K സാങ്കേതികത ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന സിനിമകൾ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾ ഇതുവരെ ഇല്ല എന്നത് ആരാധകരെ നിരാശപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന ക്ലാരിറ്റിയോടെ സിനിമ സ്ക്രീനിൽ കാണാൻ കഴിയില്ല. സാധാരണ ഒരു സിനിമ ചിത്രീകരിക്കാനായി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ക്യാമറ 1.8K ടെക്നോളജി ആയിരുന്നു. പിന്നീട് 4Kയിലേക്കും 2Kയിലേക്കും മാറി. ഇപ്പോൾ വില്ലനിലൂടെ അത് 8K ടെക്നോളജിയിലേക്ക് മാറുകയാണ്. സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ മോഹൻലാൽ എത്തുന്ന ചിത്രം പ്രഖ്യാപിച്ചത് മുതൽ ആരാധകർ ഏറെ പ്രതീക്ഷയിലാണ്. ചിത്രത്തിന്റെ ലാലിന്റെ ഫസ്റ്റ് ലുക്ക് കൂടെ പുറത്തു വന്നതോടെ പ്രതീക്ഷ ഇരട്ടിയായി. തമിഴ് താരങ്ങളായ വിശാലും അൻസികയും മറ്റ് രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ മഞ്ജു വാര്യരാണ് നായിക.